Hello guys, I am Susan. Now I am from Ullanur, Padinatadu family near Kulanada, Pandalam. My native place is Kidanganur, Panjata near Armala. Ullanur Padinatadu family എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു തെറ്റ് സംഭവിച്ചു. അത് ഞാൻ ഈ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 78ൻ്റെ ആഘോഷം 79 വരെയാണെന്ന് പറയേണ്ടതിന് 2018 ആഘോഷം 2019 വരെയാണെന്ന് പറഞ്ഞു. ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. അങ്ങനെ ചില തെറ്റുകളൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ വയനാട്ടിലെ കാര്യം പറഞ്ഞപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെന്ന് പറയേണ്ടതിന് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിപ്പോയി. ചിലപ്പോൾ നമുക്ക് ചില കോൺസെൻട്രേഷൻ കുറയാറുണ്ട്, അതാണ് ഇങ്ങനെ പറ്റിയത്. അപ്പം എല്ലാവരും ക്ഷമിക്കുക, സഹകരിക്കുക, പ്രാർത്ഥിക്കുക. പാട്ടുകളൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, ആനന്ദ സ്നേഹത്തിൻ അധിപതേ. ഹലോ, എല്ലാവർക്കും ഒരാഗ്രഹമുള്ളതാണ്. നമ്മൾ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് അഭിഷേകത്താൽ നിറയണം, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടണം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ പങ്ക് വേണമെന്ന്. ഇത് എങ്ങനെ സംഭവിക്കും? അതിന് ചില സജഷൻസൊക്കെ ഉണ്ട്. അതെ പറയുന്നത്, നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇന്ന് ഞാൻ പറഞ്ഞതല്ല, ബൈബിളിൽ പറയുന്നതാണ്. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പറയുന്നു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടുമെന്ന് ആരാണ് പറഞ്ഞത്? കർത്താവാണ് പറഞ്ഞത്. പാവമൊഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകൻ്റെ കൈ കീഴിൽ സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിലക്കിയപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇതോടെ സകല നീതിയും നിവൃത്തിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ സകല നീതിയും നിവൃത്തിയാണെങ്കിൽ നമ്മൾ സ്നാനപ്പെടണം, വിശ്വസിച്ച് സ്നാനപ്പെടണം. എന്ത് വിശ്വസിക്കണം എന്ന് ചോദിച്ചാൽ, കർത്താവായ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടും. നമ്മൾ വിശ്വസിച്ച് നമ്മൾ സ്നാനം ഏൽക്കണം. അതിനു മുമ്പ് പിന്നെയും പറയുന്നത് നമ്മൾ മാനസാന്തരപ്പെടണം. അപ്പം ഞാനെന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പോൾ ഈ അയ്യോ കഷ്ടം എനിക്ക് വരില്ലെന്ന് വിചാരിച്ചാൽ എന്നാൽ ചോദിക്കാൻ എനിക്ക് സെൽഫിഷാന്നു? നോ, നെവർ. എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ നിത്യരാജ്യത്തിന് അവകാശികളാക്കണം. അതാണ് എനിക്ക് ആഗ്രഹം. ഇത് പറയുന്നത് 1 കൊരിന്ത്യർ 9:16 പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിലോ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മളെന്ന് ചോദിക്കുക, ആരാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ നിറയ്ക്കുന്നത്? പിതാവായ ദൈവമാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പം വലിയവനായ ദൈവം വരെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ സാധിച്ചത്. പിതാവായ ദൈവമാണ് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നത്. അതിന് അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനും ശക്തിയാലും നിറച്ച് അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് യേശു നന്മ ചെയ്തും ഭൂതങ്ങൾ ബാധിച്ചവരെ സൗഖ്യമാക്കി. അങ്ങനെ പോകുന്നു വചനം. അപ്പോൾ വചനത്തിൻ്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറഞ്ഞതല്ല. അപ്പോൾ എല്ലാവരും ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്നാണ് വചനം പിന്നെയും പറയുന്നത്. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്, ഓരോ അവസരങ്ങളായിട്ട് പറയാം. അങ്ങനെ എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് പിന്നെയും പറയുന്നുണ്ട്. ഒരുപാട് എക്സാമ്പിൾ ഇതിനകത്ത് ബൈബിളിൽ നമുക്ക് പറയാനുണ്ട്. പല അവസരങ്ങളായിട്ട് പറയാം. ഞാനേരം ബന്ധക്കോസ്തിൽ കൊണ്ടുപോകാനല്ല, എനിക്കത് പറ്റത്തില്ല. ആരും വിളിച്ചിട്ട് ആരും പോവുകയും ചെയ്യരുത്. പിന്നെ ആ 120 വരെ മാർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇരുന്നപ്പോഴത്തെ ആ പെന്തക്കോസ്തിൻ്റെ അനുഭവം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. അല്ല ആരും വിളിച്ചെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോകരുത്. നിങ്ങൾ സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പെന്തക്കോസ്തി പോകാനല്ല, ഈ ഒരു അനുഭവം വേണമെന്നുള്ളവർക്ക് സ്നാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, കൂടുതൽ അറിവ് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ ഗാനം നമുക്ക് കേൾക്കാം.
അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അനന്ത സ്നേഹത്തിൻ അധിപതിയേ, അനവധി നന്മകൾ അനുദിനം ചൊരിയണേ. നിൻ സ്നേഹക്കൊടിക്കീഴിൽ മറച്ചിടണേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അനന്ത സ്നേഹത്തിൻ അധിപതിയേ, അനവധി നന്മകൾ അനുദിനം ചൊരിയണേ. നിൻ സ്നേഹക്കൊടിക്കീഴിൽ മറച്ചിടണേ. നിൻ നിറവിൽ നിന്നും കൃപമേൽ കൃപ ചൊരിയോ. നിൻ കൃപാവാരങ്ങൾ എന്നിൽ നീ വർഷിക്കൂ. നുകം തകർന്നു വീഴും അഗ്നിജ്വാല ജ്വലിക്കട്ടെ. ചവാറായ ശേഷിപ്പുകളിൽ ജീവൻ പകരട്ടെ. നിൻ നിറവിൽ നിന്നും കൃപമേൽ കൃപ ചൊരിയോ. നിൻ കൃപാവാരങ്ങൾ എന്നിൽ നീ വർഷിക്കൂ. നുകം തകർന്നു വീഴും അഗ്നിജ്വാല ജ്വലിക്കട്ടെ. ചവാറായ ശേഷിപ്പുകളിൽ ജീവൻ പകരട്ടെ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അനന്ത സ്നേഹത്തിൻ അധിപതിയേ, അനവധി നന്മകൾ അനുദിനം ചൊരിയണേ. നിൻ സ്നേഹക്കൊടിക്കീഴിൽ മറച്ചിടണേ. നിൻ പ്രതിച്ഛായയിൽ എന്നെ നീ സൃഷ്ടിച്ചു. നിൻ കൃപയില്ലെങ്കിൽ ജന്മം വെറും പാഴ്ജന്മം. എൻ കനിവിൻ തിരകളിൽ ഒഴുകി വരൂ നീ. എൻ നിലവിൽ വന്നു നിറയൂ എൻ സ്നേഹനാഥ. നിൻ പ്രതിച്ഛായയിൽ എന്നെ നീ സൃഷ്ടിച്ചു. നിൻ കൃപയില്ലെങ്കിൽ ജന്മം വെറും പാഴ്ജന്മം. എൻ കനവിൻ തിരകളിൽ ഒഴുകി വരൂ നീ. എൻ നിലവിൽ വന്നു നിറയൂ എൻ സ്നേഹനാഥ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അനന്ത സ്നേഹത്തിൻ അധിപതിയേ, അനവധി നന്മകൾ അനുദിനം ചൊരിയണേ. നിൻ സ്നേഹക്കൊടിക്കീഴിൽ മറച്ചിടണേ. മനസ്സിലൊഴുകും യോർദാൻ്റെ തീരത്തു നീ വരൂ. എൻ ജീവിത നൗകയേറി ഞാൻ നിന്നരികിൽ വരാം. നൗകയിലേറിയൻ മൺകുടിലിൽ വന്നിടൂ. ഞാനൻ അത്താഴപ്പൊതി പങ്കുവച്ചിടാം. മനസ്സിലൊഴുകും യോർദാൻ്റെ തീരത്തു നീ വരൂ. എൻ ജീവിത നൗകയേറി ഞാൻ നിന്നരികിൽ വരാം. നൗകയിലേറിയൻ മൺകുടിലിൽ വന്നിടൂ. ഞാനെൻ അത്താഴപ്പൊതി പങ്കുവച്ചിടാം. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അനന്ത സ്നേഹത്തിൻ അധിപതിയേ, അനവധി നന്മകൾ അനുദിനം ചൊരിയണേ. നിൻ സ്നേഹക്കൊടിക്കീഴിൽ മറച്ചിടണേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അനന്ത സ്നേഹത്തിൻ അധിപതിയേ, അനവധി നന്മകൾ അനുദിനം ചൊരിയണേ. നിൻ സ്നേഹക്കൊടിക്കീഴിൽ മറച്ചിടണേ.